ഇന്നലത്തെ വീഡിയോ ഒരു മടി പിടിച്ച തണുത്ത ഒരു ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ഭയങ്കര കുറച്ച് സംഭവ ബഹുലമായൊരു ദിവസമാണ് കേട്ടോ. വിചാരിക്കാതെ കുറേ കാര്യങ്ങൾ ഉണ്ടായ കുറേ ഒരു ദിവസമായിരുന്നു ഇന്ന്. സത്യം പറഞ്ഞാൽ ഹർത്താൽ കുറച്ച് ദേശീയ പണിമുടക്കം ആയതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനും ഇതുമൂരൊന്നും ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഇന്നലെ ആണെങ്കിൽ നീനുട്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അധിക വീഡിയോസ് ഒന്നും എടുക്കാത്തത് കൊണ്ട് അധികമൊന്നും കിട്ടിയിട്ടില്ല. നമ്മളെ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം മാത്രമേ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മക്കളുണ്ട്, മോളൊന്ന് ചിലപ്പോൾ വൈകുന്നേരം വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മോളൊരു ഹസ്ബൻഡിന് എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരു രാത്രിയാണ് മീറ്റിംഗ്. അപ്പോൾ അവളിവിടെ കൊണ്ടാക്കിയിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് നാളെ തന്നെ കൊണ്ടുപോകുന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് പണിമുടക്കായതുകൊണ്ട് മൂപ്പര് ഒഴിവായതുകൊണ്ട് മൂപ്പര് കുറച്ച് കാര്യങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടേബിൾ വെച്ച സ്ഥലത്തുള്ള ഫാന് വർക്ക് ചെയ്യുന്നില്ല, കാറ്റ് കുറവാണ്. അതിങ്ങനെ തിരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കൊന്ന് കാറ്റ് കിട്ടൂല കേട്ടോ. ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് കുറച്ച് സ്ലോ മോഷനാണ്, കാറ്റും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ അതൊന്ന് മാറ്റണം. അതുകൊണ്ട് തന്നെ മക്കളൊക്കെ പിന്നെ ഫാൻ്റെ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹാളിലേക്ക് പോയിട്ട് അവിടെ സോഫയിലൊക്കെ ഇരുന്നാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് റെഡിയാക്കണം. അങ്ങനെ 2 ഫാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരാളാണ്. അപ്പോൾ മൂപ്പര് ഇവിടെ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുഡൊന്നും നമുക്ക് അയാൾക്ക് ഫുഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഫുഡ് ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ നേരത്തെ വിളിച്ചു. എണീക്ക്, അയാളിപ്പോൾ വരും, 8 മണിയാകുമ്പോഴേക്കും വരും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നീനുട്ടി വന്നതുകൊണ്ട് തന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഓൾ പുട്ടും കടലക്കറിയും വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ഗ്രീൻ പീസാണ് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് കരുതി ഉരുളക്കിഴങ്ങും ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്ന പരിപാടി ഐറൂസിന് വന്ന് കുറച്ച് ദിവസം തന്നില്ലേ. അപ്പോൾ ആ ഒരു സമയത്തുണ്ടായ ഒരു ചെറിയൊരു പരിപാടിയാണ് കേട്ടോ. ഐറൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ്. അപ്പോൾ അത് ഓന് പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ പീസാക്കി കട്ട് ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ശീലമായി ഇപ്പോൾ എല്ലാവർക്കും ഉരുളക്കിഴങ്ങ് ഇടുക എന്നുള്ളത് എൻ്റെ ഒരു സ്ഥിരം പരിപാടിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് വേഗം ഗ്രീൻ പീസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്നും വെക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടാണ്. കാരണം നമ്മൾ സാധാരണ ഞാനതങ്ങനെ വേവിക്കാൻ വെക്കും, മസാലപ്പൊടികൾ മാത്രം ഇട്ടിട്ട് അങ്ങനെ വേവിക്കാൻ വെക്കും. എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ വെന്ത ശേഷം പിന്നെ ഉള്ളിയും തക്കാളി എന്തൊക്കെ ഇട്ടിട്ട് തൂമിക്കാറാണ് പതിവ്. ഇന്നിപ്പോൾ ഞാൻ കരുതി തൂമിച്ചിട്ട് അങ്ങോട്ട് വെക്കാം, ഇനി അതും ഒരു പരിപാടി വേണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ വേഗം ഉള്ളിയും തക്കാളിയൊക്കെ കുക്കറിലിട്ട് വാട്ടിയിട്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് തൂമിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, കടലിട്ടിട്ടാണ് വേവിച്ചാൽ നമുക്ക് ഇനി വേറെ പണിയെടുക്കല്ലോ. നമുക്ക് ഇത് പുട്ടാവുമ്പോൾ അതിൽ നിന്ന് അങ്ങോട്ട് കടലക്കറി കൊടുക്കാമല്ലോ, അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അപ്പോൾ അതേ കുക്കർ അടുപ്പത്ത് വെച്ചു. എണ്ണ ഒഴിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഒരുമിച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഞാൻ കടല അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം മസാലപ്പൊടി ഇട്ട് കൊടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നതാണ്. പെട്ടെന്ന് ആ കടല ഇട്ട ശേഷം ഞാൻ മസാലപ്പൊടി ഇട്ടിട്ടില്ലല്ലോ എന്ന്. ശരിക്കും മസാലപ്പൊടികൾ ഓരോന്ന് ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട് ഏറ്റവും ലാസ്റ്റാണ് കടല ഇടേണ്ടത്. പിന്നെ ഏതായാലും ഇട്ട് പോയില്ല, ഇനി അങ്ങനെ പൊട്ടയെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ മസാലപ്പൊടികൾ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തു. ഈ ഒരു സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് അതവിടെ വെന്തോളും. ഒരു 3-4 വിസിൽ നമ്മൾ വലിയ തീയിൽ തന്നെ കത്തിച്ചതിന് ശേഷം പിന്നെ അത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ചെറുതായിട്ട് അങ്ങനെ വേവിച്ചെടുക്കാമെന്ന് കരുതി. എന്നിട്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് വെക്കണത്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതൊക്കെ ആ ഒരു പിന്നെ മിക്സിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു ആ ഭാഗം ഒന്ന് സെറ്റാക്കി. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചത്. ഇവിടെയാണ് നമ്മൾ ഫാൻ വെക്കുന്നത്. ആദ്യം കണ്ടോ ആ ജനാലിൻ്റെ മുകളിലാണ് ഈ ഒരു ടൈപ്പ് ഫാനാണല്ലോ. അതിപ്പോൾ ഇങ്ങനെ കുറച്ചൊരു പണിമുടക്കായിട്ടുണ്ട്, അതിന് വയ്യ. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ഈ ബൾബില്ലേ ഇപ്പം ലൈറ്റ് കത്തുന്ന അവിടെയാണ് ഇനി ഫാൻ വെക്കുന്നത്. കണ്ടോ ഈ ബൾബ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതുണ്ടോ, അവിടെയാണ് ഇനി നമ്മൾ ഫാൻ വെക്കുന്നത്. അതാവുമ്പോൾ സെൻട്രലായിട്ട് നമുക്ക് കാറ്റൊക്കെ കിട്ടി അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാമല്ലോ. പിന്നെ ഈ നോമ്പൊക്കെ വരികയാണ്, ചൂടാണ് ഒക്കെ കൂടിയല്ലേ. അപ്പോൾ എല്ലാം ഒന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ എടുത്തു. ഇനി ആ ഫാൻ ഉണ്ടല്ലോ, ഇപ്പോൾ പഴയ ഫാന് അത് ഇതുമൂന്ന് വേണം ഓള റൂമിൽ വെക്കണം എന്നോള് പറഞ്ഞിട്ടുണ്ട്. ഓള റൂമിൽ ഒരു ചെറിയ റൂമാണ്, എന്നാലും ഒക്കെ അവിടെ ജനാലിൻ്റെ ഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കാൻ കരുതി. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ഇതുമോ മദ്രസൊക്കെ പൂട്ടിയിട്ടോ, മദ്രസൊക്കെ കഴിഞ്ഞ് വന്ന് അവിടെ കിടക്കുന്നുണ്ട്. ഫുഡായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ
അവിടെ കിടന്നതാണ്. അപ്പോൾ ഇത് മദ്രസയൊക്കെ പൂട്ടി, ഇനിയിപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, പെരുന്നാളും നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇനി മദ്രസ തുറക്കുള്ളൂ കേട്ടോ. പരീക്ഷയൊക്കെ കഴിഞ്ഞു, പക്ഷേ പരീക്ഷ കഴിഞ്ഞാലും ഒക്കെ എന്താ പറയുക, നമ്മുടെ ബദരീങ്ങൾ ആണ്ടിന് അന്ന് റിസൾട്ട് അറിയുന്നുണ്ട്, എനിക്കറിയില്ല എന്താവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിപ്പാണ്. ഇന്ന് ഉസ്താദിന് ഗിഫ്റ്റ് കൊടുക്കുക പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പോരല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം വേറെ ക്ലാസ്സിലേക്കല്ലേ പോവുക, പുതിയ ഉസ്താദൊക്കെ ആവുമല്ലോ. അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുക. കുറച്ച് ഇന്നലെ പോയിട്ട് എൻ്റെ ഹസ്ബൻഡും മോളൊക്കെ പോയിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് വന്ന് കിടപ്പാണ്. ഇനിയിപ്പോൾ രാവിലെ നേരത്തെ എണീക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കിടക്കുന്നത് കേട്ടോ. എന്തായാലും വേഗം ഞാൻ പുട്ട് റെഡിയാക്കട്ടെ. ഓള് വന്നില്ലേ, സമയം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ വേഗം പുട്ടൊക്കെ മൺപിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ സ്ഥിരം വാങ്ങുന്ന പുട്ടുപൊടിയല്ല ഇത്, പിന്നെ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവരാറുള്ളത് വേറൊരു പാക്കറ്റ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ പ്രാവശ്യം ഞാനാണല്ലോ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പൊടി കണ്ടപ്പോൾ തനിമൻ്റെ പുട്ടുപൊടി കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങിയപ്പോൾ ഞാനിത് എത്ര വെള്ളം പറഞ്ഞ് മൺപിടിച്ചിട്ടും അങ്ങോട്ട് റെഡി ആകുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനത് കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ നന്നായിട്ട് പൊന്തി വന്നു. ആദ്യം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും പിന്നെ പുട്ടിൻ്റെ പൊടി അടിപൊളിയായിരുന്നു കേട്ടോ. തനിമ പുട്ടുപൊടിയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. ചുട്ട് വന്നപ്പോൾ എനിക്ക് പിന്നെ ഇങ്ങനെ മാവാക്കി വന്നപ്പോൾ എന്തോ ഒരു സുഖം കിട്ടുന്നുണ്ടായിരുന്നില്ല. വെള്ളം ഒഴിച്ചിട്ടൊന്നും അങ്ങോട്ട് റെഡി ആവാത്ത പോലെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ചെറിയ ഇളം ചുടുവെള്ളം കൊണ്ടൊക്കെ പിന്നെ മൺപിടിക്കുകയാണെങ്കിൽ സുഖമാവും, നന്നായിട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഞാൻ അത് പച്ചവെള്ളം കൊണ്ടാണ് കുഴച്ചത്. പിന്നെ ആദ്യമൊന്നും റെഡി ആയില്ലെങ്കിലും പിന്നെ അടിപൊളിയായിട്ടോ. എന്നാലും പിന്നെ ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങയൊക്കെ ചരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കാം. അപ്പോൾ ഞാനുണ്ടല്ലോ പുട്ടുക വെള്ളം ഞാൻ ഓൾറെഡി നമ്മൾ കറണ്ട് അടുപ്പുമേൽ ഒരു കപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു നമ്മുടെ കൂട്ടുകുറ്റി വെച്ചിട്ട് പിന്നെ അവിടുന്ന് തിളച്ച വെള്ളം ഇതിൽ കൊണ്ട് ഒഴിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് പുട്ട് ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാൻ ഇതിൽ വെച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ ഇതിൽ വെക്കുമ്പോൾ പൊട്ടിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ പിന്നെ തേളി വരികയാണ്. അപ്പോൾ 1-2 പ്രാവശ്യം ഞാൻ പെട്ടതുകൊണ്ട് ഞാൻ ഇതിൽ ഇടണ്ടെന്ന് കരുതി. പിന്നെ മോളും വരും, നീനുട്ടിക്കും വേണമൊക്കെ മുട്ടയൊക്കെ ഞാൻ ഒരു 5-6 പുഴുങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ കിട്ടാൽ ചിലപ്പോൾ പണി കിട്ടിപ്പോവും വിചാരിച്ചിട്ട് പിന്നെ അതിൽ കിട്ടിയില്ല. ഞാൻ വെള്ളം പറഞ്ഞ് സാധാ പോലെ തന്നെ അങ്ങോട്ട് പുട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ആവിയൊക്കെ വെന്ത് സെറ്റായി ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ട് ആദ്യത്തെ കുറ്റിത ഞാൻ അങ്ങോട്ട് കുത്തി തള്ളിയിട്ടിട്ടുണ്ട്. എന്നിട്ട് വേഗം ഇതുമ്മൂന് വിളിച്ചു. ഇതുമ്മൂന് വേഗം വിളമ്പി കൊടുക്കാമെന്ന് കരുതി അടുത്ത കുറ്റിത നമ്മൾ ആദ്യം തേങ്ങ ഇട്ടു, പിന്നെ പൊടി ഇട്ടു, പിന്നെ തേങ്ങ ഇട്ടു, അങ്ങനെ ഇട്ടിട്ട് സെറ്റാക്കുന്നുണ്ട്. അതവിടെ വെച്ചിട്ട് പിന്നെ ഇതുമ്മൂന് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ പണിക്കാർക്ക് ഫുഡിൻ്റെ ആവശ്യവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് സാധാ ഉണ്ടാക്കണ പോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുമ്മൂന് വേഗം വിളിച്ചോളാം. അവിടെ അങ്ങനെ പണി നടക്കുന്നിടത്ത് എന്തൊക്കെയോ പിത്തനെ കാട്ടി നടക്കുന്നത്. അപ്പോൾ ഓളെ വിളിച്ചിട്ട് ഞാൻ ഓക്ക് പുട്ടും കറിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ചായയും പിന്നെ കുറച്ച് ബദാം എടുത്ത് കഴിക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ ഡയറ്റ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോവും. ഒരു ഒരു 3 മണി 4 മണി വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ 4 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കൂല എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോഴായിരിക്കും മോളോ നീനോ ആരെങ്കിലും വരിക. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കും, അതോടുകൂടി ഡയറ്റ് പൊട്ടും. ഇങ്ങനെയൊക്കെയാണ് പിന്നെ എൻ്റെ ഡയറ്റിൻ്റെ ഒരു അവസ്ഥ. എനിക്കറിയില്ല എന്താണ്, പക്ഷെ എനിക്ക് തന്നെ വീഡിയോയിൽ കാണുമ്പോൾ നല്ല ബോറായി വരുന്നുണ്ട്. വെയിറ്റ് കൂടിയിട്ട് നല്ല ബോറായിട്ട് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ ഒരു പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്ത എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഈ അത് കഴിച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ എനിക്ക് ഭയങ്കര കുറ്റബോധമാണ് കേട്ടോ. എന്തിനാണ് ഞാൻ കഴിച്ചത്? അപ്പം പിന്നെ വെയിറ്റ് നോക്കാനൊക്കെ വെയിറ്റ് മെഷീൻ്റെ അടുത്തൊക്കെ വരുമ്പോഴാണ് ഭയങ്കര സങ്കടം. ഏതായാലും എന്താവുന്നു എനിക്ക് തന്നെ ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പുട്ട് ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ ഹാളിൻ്റെ ആ ഫാന് വെക്കുന്ന കലാപരിപാടിയിലാണ് കേട്ടോ. അവിടെയും പിന്നെ ഹാളിലും നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്താണ് പുതിയ ഫാൻ വെക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ ബെഡ്ഷീറ്റ് കൊണ്ട് മറച്ച് വെച്ചിട്ടാണ് പൊടി ആവണ്ടെന്ന് കരുതിയിട്ട്. കാരണം ഇവിടെ ഫാൻ ഫിറ്റ് ചെയ്യാനുള്ള സംഭവമൊന്നും ഇല്ലേന്നല്ലോ. അതൊക്കെ തുറന്ന് റെഡിയാക്കി വെക്കും. ആകെ പൊടിയൊക്കെ ആയിട്ടാണ് ടേബിൾ മേലൊക്കെ ഒന്നായിട്ട് പൊടി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബെഡ്ഷീറ്റ് തിരുമ്പാനുള്ള ബെഡ്ഷീറ്റായിരുന്നു. നമ്മൾ ഇന്നലെ മുകൾ ഭാഗത്ത് നന്നാക്കിയപ്പോൾ കുറേ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കാനുള്ളത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആ ബെഡ്ഷീറ്റാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇതാ വയറിങ്ങും കാര്യങ്ങളൊക്കെ നിലത്ത് കിടപ്പുണ്ട്. ഫുഡ് പിന്നെ ആരും ഫുഡ് കഴിച്ചിട്ടില്ല. എൻ്റെ ഹസ്ബൻഡും ഫുഡ് കഴിച്ചിട്ടില്ല. പണിക്കാരെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് അതിന് പിന്നാലെ അങ്ങ് നടക്കും കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഞാൻ ചിക്കൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം എന്നുള്ള പ്ലാനായിരുന്നു ഉച്ചക്കത്തേക്ക്. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ്ക്ക് ഇടാനുള്ള ചിക്കനാണ് അതിൻ്റെ പീസ് മാത്രം ചെറിയ പീസാക്കിയിട്ട് ഞാൻ അവിടെ കുരുമുളക് ഉപ്പിട്ടിട്ട് മസാല തേച്ച് വെച്ചു. മറ്റേത് നമുക്ക് കടായി ഉണ്ടാക്കാമെന്ന് കരുതി. ഫ്രൈഡ് റൈസ്ക്ക് കടായി അല്ലേ ടേസ്റ്റ്. അപ്പോൾ ഒരു ചെറിയ വെള്ളത്തിൽ ഇങ്ങനെ കുറന്നനാക്കി
ആക്കിയിട്ട് കടായി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് ഞാൻ ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ മസാല ആക്കി വെച്ചു കേട്ടോ. പിന്നെ ഇതാ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കണേ. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഇപ്പോൾ ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കരുതി ഉണ്ടാക്കിയ പുട്ട് തന്നെ ആരും കഴിച്ചിട്ടില്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് അയാൾ പണിയെടുക്കുന്ന ആൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഫുഡ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നമ്മുടെ രാവിലത്തെ പുട്ടും കറിയൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂപ്പര് കഴിക്കാതെ ഇങ്ങനെ അതിൻ്റെ പിന്നാലെ ഒരു കട്ടൻ ചായമലാണ് മൂപ്പര് നടക്കുന്നത് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചായ കുടിച്ചോളി എന്ന് പറഞ്ഞിട്ട് കേൾക്കണേ അല്ല. പിന്നെ മൂപ്പരുടെ സ്വഭാവം എനിക്കറിയണത് കൊണ്ട് ആരെയും പണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. അത് പണി കഴിയാതെ അല്ലെങ്കിൽ അയാൾ അവിടുന്ന് പോവാതെ മൂപ്പര് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ അകത്തേക്ക് വരൂല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, വേഗം ചിക്കൻ കറി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി. ഈനുട്ടി എഴുന്നേറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാ വന്ന് കണ്ടോ, അവൾ വന്നിട്ട് അവിടെ തന്നെ പോയി കിടന്നു. കാരണം പൊടിയും ഇതൊക്കെ കണ്ടപ്പോൾ ഓക്ക് പിന്നെ സൗണ്ടൊക്കെ കേട്ട് എണീറ്റ് വന്നതാണ്. പിന്നെ അവൾ ചായയും കൂടി കുടിക്കാതെ അവിടെ തന്നെ പോയി കടന്നു കേട്ടോ. ഇന്നലെ രാത്രി വന്നപ്പോൾ ദോശയും ചിക്കൻ കറിയൊക്കെ നന്നാക്കിയിട്ട് കഴിച്ചുള്ളതുകൊണ്ട് ഓക്ക് വിശക്കണില്ല. അപ്പോൾ പറഞ്ഞു എനിക്കിപ്പോൾ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതും ഇത് അപ്പുറത്തുനിന്ന് ഇവിടുന്ന് കളിക്കാൻ പോയിടത്തുനിന്ന് മറ്റേ കണ്ണിയാങ്ങ കൊണ്ടുവന്നുകൊണ്ട് ഉപ്പിരുമ്പാണ് കേട്ടോ. ഇപ്പോൾ സമയം കണ്ടോ 1 മണിയായി. ഞാൻ ചിക്കൻ കടായൊക്കെ ഇവിടെ തകൃതിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കിയിട്ട് എന്താ ഇത് ആരും കഴിച്ചിട്ടില്ല. 1 മണിയായപ്പം ആ പണിക്കാരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഫുഡ് കഴിക്കാൻ പോയ സമയത്താണ് ഞാൻ നീനുട്ടിനെ വിളിച്ച് വരുത്തി ഓക്ക് ഫുഡ് വാരി കൊടുക്കുകയാണ്. അപ്പോഴും എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ. മൂപ്പർക്ക് ഞാൻ അതിൻ്റെ ഇടയിൽ ലൈം ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു. മൂപ്പരത് ഒരു കപ്പ്, ആ വലിയ നമ്മൾ വെള്ളം കുടിക്കുന്ന കപ്പില്ലേ, അതിൽ നിറച്ച് ലൈം ജ്യൂസ് കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫുൾ അങ്ങോട്ട് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് മൂപ്പര് വരട്ടി ഞാൻ നീനുട്ടിക്ക് പുട്ടും പിന്നെ ചിക്കൻ കറിയെല്ലാം ഇന്നലത്തെ മീൻ വറ്റിച്ചതുണ്ടായിരുന്നു, മത്തി വറ്റിച്ചത്. അത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ദോശയ്ക്ക് കുറച്ചത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ അത് മതി എന്നാണ്, ചിക്കൻ വേണ്ടാന്ന്. അങ്ങനെ മീൻ കറിയും കടലക്കറിയും പിന്നെ പുട്ടൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും ഇതാ റൂമിലെത്തിയിട്ടുണ്ട്. പണി ചെയ്യുന്ന ആളും അപ്പോഴേക്ക് ഫുഡൊക്കെ കഴിച്ച് എത്തി അവിടെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ കിടന്നിട്ട് നമ്മൾ പിന്നെ പിത്തനാക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ ഈ റൂമിൽ കയറി വാതിലടിച്ച് കുറ്റിയിട്ട് ഇരിക്കുകയാണ്. ഇതും അപ്പുറത്ത് എന്തൊക്കെയോ പിന്നെ നൂലോട് തുന്നി കുത്തിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പണിക്കാരെ പോയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പുറത്ത് ചാടിയത്. കുറേ അവിടെ നിന്ന് റീൽസ് കണ്ട് ഒരു വട്ടമായിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഫുഡ് കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ പുട്ടും കടലക്കറിയും ചിക്കൻ കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പർ അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ടും കണ്ട അടങ്ങി നിൽക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് എന്തെങ്കിലും ഒന്നും ആവാതെ മൂപ്പർ അടങ്ങി നിൽക്കൂല. അപ്പോൾ ഞാനിതാ കിച്ചണിക്ക് വന്ന് പിന്നെ കിച്ചൻ്റെ അവസ്ഥയൊക്കെ ഇതാണ്. കുറേ മൂപ്പർക്ക് നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുത്തു, പണിക്കാരന് ചായ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ നീനുട്ടിക്കും ഇതുമ്മൂനും കോഫി മതിയായിരുന്നു, അതും പാൽ കോഫി കേട്ടോ. അതുണ്ടാക്കി കൊടുത്തു. ഞാനൊരു ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി പണി ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏകദേശം അവസ്ഥ ഇതൊക്കെയാണ് കേട്ടോ. ആകെ ഇവിടെയും പണി നടന്നതുകൊണ്ട് ഫാന് മുകളിൽ കണ്ടോ, ഫാന് ഫിറ്റ് ചെയ്ത് ആദ്യം ഒരു സൈഡിലായിട്ടായിരുന്നു ഫാന്, അത് നടുക്ക് വെച്ചിട്ടോ. ഓക്ക് ഈ സോഫൻ്റെ ഒരു പച്ച സോഫല്ലേ, ആ പച്ച കളർ സോഫമ്മേൽ കിടക്കണവർക്ക് നല്ല കാറ്റാണ് അവിടെ. പക്ഷേ അപ്പുറത്തൊക്കെ സോഫയിലൊക്കെ ഇരിക്കണവർക്ക് ഒന്നും കാറ്റുണ്ടാവില്ല. കാരണം ഫാൻ ഒരു സൈഡിലേക്ക് മാത്രമായിരുന്നു. ഇപ്പോൾ അത് സെൻറ്ററിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതായിരുന്നു ഇവിടുത്തെ പണി. എന്തായാലും ആകെ പൊടി പൂരായിട്ട് കിടക്കുകയാണ്. പിന്നെ ഇവിടുത്തെ നമ്മളെ ഡൈനിങ് ഹാളിലുള്ള ഫാന് മുകളിൽ കൊണ്ടുപോയി വെച്ചു. മുകളിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് കാണിച്ചു തരാം. സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് ഓൾറെഡി ഒരു ഫാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അപ്പുറത്ത് അയൺ ചെയ്യുന്ന മേശയില്ലേ, ആ അയൺ ചെയ്യുന്ന മേശൻ്റെ അവിടെ നെറുവിൽ അങ്ങനെ ഫാൻ ഇല്ലാത്തതുകൊണ്ട് അയൺ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വേർക്കും. അല്ലെങ്കിൽ അയൺ ബോക്സിൻ്റെ ചൂടും കാര്യങ്ങളും ഉണ്ടാവും. അതിൻ്റെ അടുക്ക് പിന്നെ ഫാനും കൂടി ഇല്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇവിടെയും കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫാന് വെച്ചു, ഇവിടെ ഫാൻ ഇല്ലായിരുന്നു, അവിടെയും ഫാൻ വെച്ചു. അപ്പോൾ നീനുട്ടി അത് കറങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഹാളിൽ 2 ഫാനുണ്ട്. ഒന്ന് എൻ്റെ സ്റ്റിച്ച് ചെയ്യുന്നിടത്തും ഒന്ന് എന്താ നമ്മുടെ പിന്നെ അയൺ ചെയ്യുന്നിടത്തും. ഇവിടെ ആണെങ്കിൽ വൃത്തിയാക്കി നല്ല അടിപൊളിയായി നിൽക്കുന്ന സമയത്ത് ഇവിടെ പണി ആകെ വൃത്തികേടാക്കിയപ്പോൾ എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ വന്നു കേട്ടോ. എന്തായാലും ഞാൻ കട്ട് ചെയ്ത സാധനങ്ങളൊക്കെയാണ് മേശമേൽ പുതിയ കട്ടിങ് വീഡിയോ ഒക്കെയാണത്. അപ്പോൾ ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനെ ഫാൻ കറങ്ങുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് അങ്ങോട്ട് അടിച്ചു വാരിയിട്ട് താഴേക്ക് പോകാമെന്ന് കരുതി. മക്കളെയൊക്കെ താഴേക്ക് പറഞ്ഞയച്ചിട്ട് ഞാനിതാ
മുകളിൽ നിന്ന് അങ്ങോട്ട് അടിച്ചേരിക്കാണ്ട് പോരാണ് കേട്ടോ. പൊടി ഉണ്ടായിരുന്നല്ലേ, അപ്പോൾ നമ്മൾ തുടക്കാനൊന്നും നിന്നില്ല. അവിടുന്ന് ഇങ്ങനെ പൊടിയൊക്കെ തട്ടി കണ്ട് അധികമൊന്നുമില്ല. അപ്പോൾ അതിങ്ങനെ തട്ടി താഴേക്ക് ഇങ്ങനെ പോന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ പരിപാടി. ആളൊന്ന് അങ്ങോട്ട് തുടങ്ങി. നീനുട്ടിന് റൂമിലിട്ട് വാതിലടിച്ചിട്ടുണ്ട്, അലർജി ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി കടന്നു എന്ന് പറഞ്ഞിട്ട് ഓൾ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഇതും ഓളെ ഫ്രണ്ടിൻ്റെ അപ്പോൾ കളിക്കാനും പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. പോട്ടേയും ചോദിച്ചപ്പോൾ വേഗം അങ്ങോട്ട് പറഞ്ഞയച്ചു. എന്നാൽ പിന്നെ നമുക്ക് സമാധാനത്തോട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാമല്ലോ. അങ്ങനെ അതാ എൻ്റെ ഹസ്ബൻഡ് നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. അല്ലെങ്കിൽ നോമ്പ് പണിയോ അങ്ങനത്തെ ഉള്ള പണിയൊക്കെ ഉണ്ടെങ്കിൽ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ആദ്യമൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു, ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴല്ലേ ഇപ്പോൾ എല്ലാവരും നമ്മൾ വിളിക്കാനൊക്കെ തുടങ്ങിയതില്ലേ. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എല്ലായിടത്തും വലിഞ്ഞ് കയറി തുടക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊന്നും വയ്യ. അപ്പോൾ നമ്മളെല്ലാത്തിനും ആളെ വിളിക്കും. അപ്പോൾ ഇനിയിപ്പോൾ താഴെ ഈ ഒരു ഹാളും നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ നോമ്പ് പണി ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അതിനാരും വിളിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അതങ്ങോട്ട് തീർത്തു കേട്ടോ. ജനാലകളൊക്കെ മൂപ്പര് തുടച്ചു. അപ്പോഴേക്കും ഞാനും ഹാളത്തെ പിന്നെ നമ്മുടെ സോഫയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കുന്നതിനനുസരിച്ച് പൊടി അതിൻ്റെ ഉള്ളിൽ നിന്ന് വരും കേട്ടോ. എനിക്കറിയില്ല ഇതെന്ത് മന്ത്രമാണെന്ന് എനിക്കറിയില്ല. അങ്ങോട്ട് നീക്കി അടിച്ചു തരും, അവിടെ അടിച്ചു തരിയിട്ട് ആ സോഫേൻ്റെ ഇങ്ങോട്ട് നീക്കുമ്പോൾ അപ്പുറത്തും പൊടി. അങ്ങനെ ഏതായാലും കുറേ നേരം കളിച്ച് അത് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് ഇതാ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് മോളും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മോളിൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. കക്കടമ്പുഴ വെച്ചിട്ടാണ് മീറ്റിംഗ്. എല്ലാ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആണ്. രാത്രി കഴിഞ്ഞ് രാവിലെ എത്തും. ആ ഗ്യാപ്പിന് വന്നതാണ് കേട്ടോ മോള്. അപ്പോൾ അവർക്ക് ഞാൻ ദോശയൊക്കെ ചുട്ടുകൊടുത്തു. ഇന്നലത്തെ ദോശമാവ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ വരുന്നുണ്ടെന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാനത് പുറത്തെടുത്ത് വെച്ചിട്ട് ആ ദോശയൊക്കെ ചുട്ട് നമ്മൾ ഉച്ചയ്ക്ക് പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു, ചിക്കൻ കടായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് ദോശയൊക്കെ കഴിച്ച് നല്ല ചായ കുടിച്ച് മോളും ഹസ്ബൻഡ് അപ്പം തന്നെ പോയിട്ടാ. പിന്നെ മോളൊന്നും കഴിച്ചില്ല. ഓള് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഓളൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതാ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്, ഫ്രൈഡ് റൈസ് കഴിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, എനിക്കുള്ള ഫ്രൈഡ് റൈസ് ഉമ്മച്ചി എടുത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, നാളെ കഴിക്കാം, ഇന്നെന്തായാലും രാത്രി ഞാൻ കഴിക്കൂല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നീനുട്ടി അവിടെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. കാപ്പിപ്പൊടിയും ഒക്കെ തേച്ച് അങ്ങനെ തകൃതിയായിട്ട് അവിടെ പരിപാടി നടക്കുന്നുണ്ട്. ഞാനിതാ ഫ്രൈഡ് റൈസിനുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. കുറച്ച് വെക്കുന്നുള്ള. നമ്മൾ ഉച്ചക്കാണെങ്കിൽ 1 കിലോനൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കല്ലല്ലോ, രാത്രി കഴിക്കാനല്ലേ. അപ്പോൾ ശരിക്കും 3 ആളെ കഴിക്കുന്നുള്ളൂ. നീനുട്ടിയും ഇതുമ്മോ എൻ്റെ ഹസ്ബൻഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ. മോളും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. നീനുട്ടി ഇതാ മുഖത്തൊക്കെ കാപ്പിപ്പൊടി തേച്ച് ഇങ്ങനെ തേരാപ്പാര നടക്കുന്നുണ്ട്. അങ്ങനെ വിശേഷം പറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ കടയൊക്കെ ഉണ്ടാക്കി പപ്പടമൊക്കെ പൊരിച്ചു, അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഇതാ എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ. മൂപ്പര് ക്ഷീണിച്ചിട്ടുണ്ട്, രാവിലെ തുടങ്ങിയതല്ലേ കേട്ടോ. ചോറൊക്കെ വിളമ്പി കൊടുത്തു. അതാ ചോറൊക്കെ നല്ല രീതിയിൽ ഇതും മുളപ്പിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ നീനുട്ടി കുളിച്ച് വന്നതിന് ശേഷം ഞങ്ങൾക്ക് വാരി കൊടുത്തു. ഐറൂസും ഉണ്ട് കേട്ടോ അവിടെ. ഐറൂസിന് ഭയങ്കര ഇഷ്ടമായി ഫ്രൈഡ് റൈസ്, ഓനും കഴിച്ചു. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ ബൈ.